ഹോ 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 ആ ഫ്രാങ്ക്ലിനെയും അവൻ്റെ അനിയൻ ഷിൻചാൻ ചെറുക്കനെയും ഇന്ന് രാത്രി തന്നെ ഞാൻ കൊല്ലും. ഹോ 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 ഞാനിവിടെ ഉള്ളപ്പോഴാണോടോ നീ എൻ്റെ ഫ്രണ്ടേ കൂടെ ബൈക്ക് ചാവടാ ചാവ്. ഹോ 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 ഇപ്പോൾ തന്നെ അവൻ്റെ വീട്ടിൽ ചെന്ന് ആ ഫ്രാങ്ക്ലിനെയും അവൻ്റെ അനിയൻ ഷിൻചാൻ ചെറുക്കനെയും ഇപ്പം തന്നെ കൊല്ലും. ഹോ 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 ഈ നാട്ടുകാരെയും ഞാൻ കൊല്ലും. ഹ ഹ ചാവടാ ചാവ് ചാവ് ചാവ്. ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ എടാ ഫ്രാങ്ക്ലിനെ, നിന്നെ ഞാൻ ഇന്ന് രാത്രി തന്നെ കൊല്ലും. ഹോ 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 ഞാൻ ഇപ്പോൾ തന്നെ അവൻ്റെ വീട്ടിൽ പോയി അവനെ കൊല്ലും. ഹ ഹ ഹ ഹ ഹ ഈ നാട്ടിലെ ജനങ്ങളെയും കൊല്ലും. ഹോ 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 ചാവടി ചാവ്. സോ ഹലോ ഗീസ്, നമ്മളാണെങ്കിൽ ചായ കുടിക്കാൻ പോവാണ്. നമ്മുടെ ഷിൻചാൻ പറഞ്ഞ് ഈ രാത്രിയിൽ ചായ കുടിക്കാൻ പോകണമെന്ന്. അതെ, ഈ രാത്രിയിൽ ചായയൊക്കെ കുടിക്കാൻ ഒരു പ്രത്യേക രസമല്ലേ, അതുകൊണ്ടാണ്. സോ വാടാ ഷിൻചാനെ, നമുക്കെന്തായാലും ചായ കുടിക്കാൻ പോവാം. വേഗം കയറ്, നമുക്ക് വന്നിട്ട് കിടന്ന് ഉറങ്ങണ്ട. വേഗം കയറാ. ഹോ 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 അങ്ങനെ ആ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എടാ ഫ്രാങ്ക്ലിനെ, നീ തീർന്നടാ, നീ തീർന്ന്. നിൻ്റെ അനിയൻ ഷിൻചാൻ ചെറുക്കനും തീർന്നടാ ഫ്രാങ്ക്ലിനെ. ഹോ 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 നമുക്കെന്തായാലും ഇവൻ്റെ വീട്ടിൽ കയറാം. എന്നിട്ട് അവൻ്റെ അനിയൻ ഷിൻചാനെയും ആ ഫ്രാങ്ക്ലിനെയും കൊല്ലാം. ഹോ 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 നമുക്കെന്തായാലും അവൻ്റെ വീട്ടിൽ കയറാം. നമുക്ക് ഇവൻ്റെ ഉള്ളിലോട്ട് കയറാം. ഇവൻ ഇവിടെ കിടന്നുറങ്ങുമായിരിക്കും. ഹോ 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 ഇവനെ കാണുന്നില്ലല്ലോ, ചിലപ്പോൾ മേളിലായിരിക്കും. ഹോ 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 നീ തീർന്നടാ, തീർന്ന്. ഇവിടെയൊന്നും ഇവനെ കാണുന്നില്ലല്ലോ. ഓ, ഇവനിപ്പോൾ ഇവിടെ വീട്ടിലില്ലെന്ന് തോന്നുന്നു. ഇവൻ എവിടെയോ പോയിരിക്കുമെന്നാണ് തോന്നുന്നത്. കുഴപ്പമില്ല, നാളെ രാവിലെ വന്ന് ഇവനെയും അവൻ്റെ അനിയൻ ഷിൻചാൻ ചെറുക്കനെയും ഉറപ്പായിട്ടും കൊല്ലും. ഹ ഹ ഹ ഇന്ന് നീ രക്ഷപ്പെട്ടടാ ഫ്രാങ്ക്ലിനെ, പക്ഷേ നാളെ രാവിലെ നീ തീർന്നടാ, തീർന്ന്. നാളെ അവനെ ഉറപ്പായിട്ടും കൊല്ലും. എടാ ഷിൻചാനെ, നീ എന്തൊക്കെ കഴിച്ച്? ഞാൻ ഒരു ചായയും ഒരു 8 ഉഴുന്നുവടയും കഴിച്ച്. എന്താടാ ഷിൻചാനെ, 8 ഉഴുന്നുവടയാ? എന്താടാ നീ ഇങ്ങനെയൊക്കെ? എടാ, അത് പിന്നെ ഞാൻ ഒരു ചായയും ഒരു 10 പരിപ്പുവടയും കഴിച്ച്. അത്രയും കഴിച്ച എന്നെ പറയുന്നത് എന്താ? ഓക്കെ ഓക്കെ. സോ ചേട്ടാ, 2 ചായയും പിന്നെ ഒരു 8 ഉഴുന്നുവടയും ഒരു 10 പരിപ്പുവടയും എത്രയാ? മോനെ, നിങ്ങൾ എപ്പോഴും പറയണം കേട്ടോ കടയിൽ. എനിക്ക് ഭയങ്കര കച്ചവടമാണ്, നിങ്ങൾ വരുമ്പോൾ എപ്പോഴും പറയണേ. എന്താട്ടാ? വരാം ഓക്കെ. എടാ ഷിൻചാനെ, ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എത്ര രൂപ ചിലവായെന്നറിയാമോ? നമ്മളവരിങ്ങനെ കടി കിട്ടുമ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും, അത്രേ ഉള്ളൂ. വാടാ ഷിൻചാനെ, കയറ്, നമുക്ക് വീട്ടിലോട്ട് പോവാം. വേഗം കയറടാ ഷിൻചാനെ. ഓ, രാത്രി ചായ കുടിക്കാൻ പോയത് എത്ര രൂപ ചിലവായെന്നറിയാമോ? വേഗം കയറടാ. സോ ഗേസ്, നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ചായയും കടിയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ്. നമ്മളാണെങ്കിൽ ഒരു കടി കിട്ടുമ്പോൾ അത് കഴിക്കും, പിന്നെ നമ്മൾ രണ്ടാമത് ചോദിക്കും, മൂന്നാമത് ചോദിക്കും, അങ്ങനെ ആ ഒരു രസത്തിന് നമ്മളങ്ങ് കഴിച്ചുകൊണ്ടിരിക്കും. അതാണ് സംഭവിച്ചത്. ഞാൻ ഒരു 10 ഉഴുന്നുകൂടെ കഴിച്ച് ഗേസ്. ഓക്കെ. സോ നമ്മളിവിടുന്ന് ചായ കുടിക്കാൻ പോയപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ ആരോ കയറിയ പോലും ഒരു തോന്നൽ, എന്തോ ഒരു പന്തികേടുണ്ട്. അതൊക്കെ നമ്മുടെ തോന്നലായിരിക്കും. വാടാ ഷിൻചാനെ, കിടന്നുറങ്ങാം. തോന്നലായിരിക്കും, നമുക്ക് കിടന്നുറങ്ങാം. ഓക്കെ, വാടാ ഷിൻചാനെ, ഉറങ്ങാം. സോ ഗൈസ്, രാവിലെ ആയിട്ടുണ്ട്. സോ എടാ ഷിൻചാൻ, നമ്മുടെ ടി വിയിൽ നമുക്ക് ന്യൂസ് വെക്കാം. എന്താടാ ഷിൻചാനെ, കാർട്ടൂണോ? ഓക്കെ, നീ കാർട്ടൂൺ കണ്ടോ? ഞാൻ ആദ്യം ഒരു ന്യൂസ് ഒന്ന് കണ്ടോട്ടെ. ഈ ഒരു ന്യൂസ് കഴിഞ്ഞിട്ട് നീ കാർട്ടൂൺ കണ്ടോ, നിനക്ക് ഇഷ്ടമുള്ളത് നീ കണ്ടോ. ഇപ്പം ഞാൻ ഈ ഒരു ന്യൂസ് കണ്ടോടാ ഷിൻചാനെ. ഓക്കെ. നമ്മുടെ ഒരു ലോസ് ആൻഡോസിൽ ഹൾക്ക് ഇറങ്ങിയിരിക്കുന്നു. ആ ഹൾക്ക് നമ്മുടെ ഒരു ലോസ് ആൻഡോസിലോട്ട് വരാൻ കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതോ ഒരു ആളെ തപ്പിയാണ് ഹൾക്ക് ഈ ഒരു ലോസ് ആൻഡോസിൽ എത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഹൾക്ക് ഈ ഒരു ലോസ് ആൻഡോസിൽ കുറേ അധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ അധികം ജനങ്ങളെ കൊന്നിട്ടുമുണ്ട്. ജനങ്ങൾ വീടിന് വെളിയിൽ
ഇറങ്ങാതെ ശ്രദ്ധിക്കുക. ഓക്കെ, ടി വി ഓഫ് ചെയ്യ്. എടാ ഷിൻചാനെ, ആ ഒരു ന്യൂസിനകത്ത് പറഞ്ഞ കേട്ടാ നമ്മുടെ ഒരു ലോസ് ആൻഡോസിലോട്ട് ഹൽക്ക് ഇറങ്ങിയിരിക്കുന്നെന്ന്. ആ ഹൽക്ക് ഏതോ ഒരാളെ തേടിയാണ് നമ്മുടെ ഒരു ലോസ് ആൻഡോസിലോട്ട് വന്നിരിക്കുന്നതെന്ന്. എന്നാലും ആ ഒരു ഹൽക്ക് ആരെ തേടിയായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്? അതെന്തായാലും ആട്ടെ. പിന്നെ ആ ഒരു ന്യൂസിനകത്ത് പറഞ്ഞ കേട്ടാ ഹൽക്ക് കുറേ അധികം ജനങ്ങളെ കൊന്നെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങല്ലെന്ന്. അതുകൊണ്ട് തന്നെ എടാ ഷിൻചാനെ, നമ്മളധികം വീട്ടിൽ നിന്ന് പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട. ചിലപ്പോൾ ഹൽക്ക് നമ്മളെയും കൊല്ലും, പറയാൻ പറ്റത്തില്ല. ഓക്കെ, വെയിറ്റ് ചെയ്യാൻ മിനിറ്റ്. ആരാടാ വിളിക്കുന്നത്? ഹലോ, ആരാണ് വിളിക്കുന്നത്? ഹലോ, ഫ്രാങ്ക്ലിനല്ലേ ഇത്? അതെ, ഫ്രാങ്ക്ലിനാണ്. ഹോ ഹോ ഹോ, ഞാനാണ് ഹൾക്ക്. നിന്നെ ഞാൻ ഇപ്പം തന്നെ വന്ന് കൊല്ലും. നിന്നെ തേടിയാണ് ഞാൻ ഈ ലോസ് ആൻജലസിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പം തന്നെ നിന്റെ വീട്ടിൽ വന്ന് നിന്നെയും നിന്റെ അനിയൻ ഷിൻചാനെയും കൊല്ലും. ഹോ ഹോ ഹോ. എന്തടാ, എന്നെ ഷിൻചാനെയും കൊല്ലുന്ന? എന്താ ഫ്രാങ്ക്? എടാ ഷിൻചാനെ, ഇപ്പം എന്നെ വിളിച്ചത് ഹൽക്കാ. നേരത്തെ ആ ഒരു ന്യൂസിനകത്ത് കാണിച്ചില്ലേ ഏതോ ഒരാളെ തേടിയാണ് ഹൽക്ക് ഈ ലോസ് ആൻഡോസിലോട്ട് വന്നിരിക്കുന്നതെന്ന്. അതും മറ്റാരെയും തേടിയല്ലടാ ഷിൻചാനെ, നമ്മളെ തേടിയാടാ വന്നിരിക്കുന്നത്. ഹൽക്ക് ഇപ്പം നമ്മുടെ വീട്ടിലോട്ട് വരുന്നാ പറഞ്ഞ്. എന്നിട്ട് എന്നെയും നിന്നെയും കൊല്ലുന്നാ പറഞ്ഞ്. ആടാ ഷിൻചാനെ, ഇപ്പം ആ ഒരു ഹൽക്ക് വന്ന് കൊല്ലും നമ്മളെ. ഇപ്പം നമ്മൾ എന്താ ചെയ്യുക? ഓക്കെ, ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് നമ്മുടെ ടോണി സ്റ്റാർക്കിനെ വിളിച്ച് ചോദിക്കാം. അല്ലാതെ വേറെ ഒരു വഴിയില്ല. ആടാ ഷിൻചാനെ, ഇപ്പം തന്നെ വിളിക്കാം. ഹലോ ടോണി സ്റ്റാർക്ക്. എന്താണ് ഫ്രാങ്ക്ലിനെ? ടോണി സ്റ്റാർക്ക്, അത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹൽക്ക് നമ്മുടെ ഈ ഒരു ലോസ് ആൻഡോസിലോട്ട് ഏതൊരാളെ തേടിയല്ലേ വരുന്നത്. നമ്മൾ ന്യൂസിലൊക്കെ കണ്ടില്ലേ? അത് മറ്റാരെയും തേടിയല്ല വരുന്നത്, എന്നെയും ഷിൻചാനെയും തേടിയാണ് ആ ഒരു ഹൽക്ക് ഈ ഒരു ലോസ് ആൻഡോസിലോട്ട് വരുന്നത്. ഹൽക്ക് ഇപ്പം എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് ഹൽക്ക് പറഞ്ഞ ഞാൻ ഇപ്പം തന്നെ നിൻ്റെ വീട്ടിലോട്ട് വരും, എന്നിട്ട് നിന്നെ കൊല്ലുന്നൊക്കെയാണ് പറഞ്ഞത്. എന്നെ എൻ്റെ അനിയൻ ഷിൻചാൻ ചെറുക്കനെയും കൊല്ലുന്നതാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? എടാ ഫ്രാങ്ക്ലിനെ, ഓക്കെ. നിന്നെ തേടിയായിരുന്നല്ലേ ആ ഒരു ഹൽക്ക് വരുന്നത്? അപ്പോൾ ഒരു വഴിയുണ്ട്. നീ വേഗം തന്നെ എൻ്റെ വീട്ടിലോട്ട് വാ. ഞാൻ നിനക്കൊരു സൂപ്പർ പവർ തരാം. നീ വേഗം വാ, ഒട്ടും സമയമില്ല, വേഗം വാ. എന്താ? ഓക്കെ. എടാ ഷിൻചാനെ, ടോണി സ്റ്റാർക്ക് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം തന്നെ ആ ഒരു ടോണി സ്റ്റാർക്കിൻ്റെ വീട്ടിലോട്ട് ചെല്ലാനാണ് പറഞ്ഞത്. എന്നിട്ട് എന്തോ ഒരു സൂപ്പർ പവർ ടോണി സ്റ്റാർക്ക് എനിക്ക് തരാമെന്നാണ് പറഞ്ഞത്. ഓക്കെ എടാ ഷിൻചാനെ, നീ വീടിൻ്റെ അകത്തിരിക്ക്, ഞാൻ വേഗം പോയിട്ട് വരാം. ഓക്കെ, ഞാൻ ടോണി സ്റ്റാർക്കിൻ്റെ വീട്ടിൽ പോയിട്ട് വരാടാ ഷിൻചാനെ. ആ ഒരു ടോണി സ്റ്റാർക്ക് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു സൂപ്പർ പവർ തരാമെന്നൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, സോ എന്ത് സൂപ്പർ പവർ ആയിരിക്കും അയാൾ തരുന്നത് നമുക്ക്? സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, പിന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട വീഡിയോ ഒക്കെ ഇടുന്നതല്ലേ. സോ സബ്സ്ക്രൈബ് മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യും. നമുക്ക് എന്തായാലും ആ ഒരു ടോണി സ്റ്റാർക്കിൻ്റെ വീട്ടിലോട്ട് പോവാം. ടോണി സ്റ്റാർക്ക് നമുക്ക് എന്ത് സൂപ്പർ പവർ ആയിരിക്കുമോ തരുന്നത്. സോ ഗീസ്, ആ ഒരു ടോണി സ്റ്റാർക്ക് എനിക്ക് തന്ന സൂപ്പർ പവർ ഇതാണ്. മറ്റാരുമല്ല, സൂപ്പർമാൻ ആണ്. സൂപ്പർമാൻ്റെ പവറാണ് എനിക്ക് ആ ഒരു ടോണി സ്റ്റാർക്ക് തന്നത് ഗീസ്. സോ ഇപ്പം എനിക്ക് പറക്കാനൊക്കെ പറ്റും. അതേപോലെ തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് ലേസർ വരെ വിടാൻ പറ്റും ഗീസ്. സോ ഗീസ്, കണ്ടോ, ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് പറക്കാനൊക്കെ പറ്റും. ലേസറൊക്കെ വിടാം. ആ ഒരു ഹൽക്ക് നമ്മളെ കൊല്ലാൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാത്തിരിക്കും. ഇതേപോലെ ലേസർ വിട്ട് ഞാൻ അവനെ കൊല്ലും. ഹ ഹ ഹ. ആ ഹൽക്ക് ഇങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കാം. എന്താടോ, നീ എൻ്റെ ഫ്രണ്ടേ കൂടെ വണ്ടി ഓടിക്കുവോ? ഈ വണ്ടി ഇനി എനിക്ക് സ്വന്തം. ഹോ ഹോ ഹോ. ഇറങ്ങടാ വെളിയിൽ. ഹോ ഹോ ഹോ. ഈ വണ്ടിയിൽ ഇനി ആ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലോട്ട് പോവാം. എന്നിട്ട് അവനെയും അവൻ്റെ അനിയൻ ഷിൻചാനെയും കൊല്ലാം. ഹോ 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 ഹോ. നീ തീർന്നടാ ഫ്രാങ്ക്ലിനെ, നീ തീർന്ന്. അങ്ങനെ അവൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഹോ ഹോ ഹോ. എടാ ഫ്രാങ്ക്ലിനെ, ഇറങ്ങി വാടാ. നീ തീർന്നടാ, തീർന്ന്. എടാ ഫ്രാങ്ക്ലിനെ, ഇറങ്ങി വാടാ. എന്താടാ ഷിൻചാനെ, ഹൽക്ക് വന്നാ? ആ ഹൽക്ക് വരട്ടെടാ, ഹൽക്ക് വരട്ടെ. അവനേതാ ഇതേപോലെ ലേസർ വിട്ട് കൊല്ലു. അവനൊക്കെ അത്രയേ ഉള്ളൂ. ഇപ്പോൾ ആ കാറിലാണെന്ന് തോന്നുന്നത് ആ ഹൽക്ക് ഇരിക്കുന്നത്. ഓഹോ, അവൻ ആ കാറിൻ്റെ ഉള്ളിലുണ്ട്. നീ തീർന്നടാ, നീ തീർന്ന്. എന്താടാ എൻ്റെ കാറ് കത്തി? അയ്യോ. എന്താടാ, ആ ഒരു ഹൽക്കിൻ്റെ നിലവിളിയല്ലേ കേട്ടെ? ഓക്കെ, അവൻ ആ ഒരു കാറിൻ്റെ ഉള്ളിൽ ഇരുന്ന് തന്നെ ചത്ത്. ആ ഒരു കാറ് പൊട്ടിത്തെറിച്ചപ്പോൾ തന്നെ അവൻ ചത്തു. ഓക്കെ, സോ എടാ ഷിൻചാനെ, അവനെയൊക്കെ നമ്മൾ കൊന്നു കളഞ്ഞ ഹൽക്കിനെ.
ആടാ ഷിൻചാനെ അവനൊക്കെ അത്രേ ഉള്ളൂ. അവൻ ഈ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ കയറി കളിക്കാറല്ലേ. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യും. നമ്മുടെ ടാർഗറ്റ് 1K സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ എല്ലാവരും വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ. സോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.